പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ താഴെയുള്ള പേരയിൽ ലെയർ ചെയ്താണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ ലെയർ ചെയ്തിട്ടിപ്പോൾ ഒരു 1.5 മാസത്തോളമായി. അപ്പോൾ 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്ത് വെക്കാനുള്ള രീതിയിലൊക്കെ ആയിട്ടും. നല്ല പേരയാണ്, കിലോ പേരയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഇനമൊന്നുമല്ല, നല്ല ടേസ്റ്റുള്ള പേരയാണ്. അപ്പോൾ ഇത് ലെയർ ചെയ്തൊക്കെ മിക്കവാറും വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പുറത്തേക്കൊണ്ട് വന്നിട്ടില്ല, ചെറുതായിട്ട് വേര് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നിറയെ ഇടവിടാതെ കായ്ച്ചുകൊണ്ടിരിക്കുന്ന പേരയാണ്. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പേരൊക്കെ ഇതിലുണ്ടാവും. തന്നെ 1, 2 ഒന്നുമല്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് 1 തവണ 2 തവണ ഒക്കെ നമ്മൾ അറുത്തതാണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ ചെറുതും വലുതും ആയിട്ട് ഇങ്ങനെ നന്നായി കായ്ച്ചുകൊണ്ടിരിക്കും. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. നല്ലൊരു വിട്ടൊഴിഞ്ഞ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കായ്ക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ കുറേ മരങ്ങളുണ്ട്, 2 റംബുട്ടാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടി തണലിലാണ് ഇപ്പോൾ അത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും കുറച്ച് കായ്ച്ചിരുന്നത്. എന്നാൽ ഇതൊന്നുമല്ല, നല്ല രീതിയിൽ പടരാനൊക്കെ സ്ഥലം, നല്ല വെയിലൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഭംഗി കണ്ടറിയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു തൈ നമ്മളെ വീട്ടിലുണ്ടാവുക എന്നുള്ളത് നമ്മളെ വീട്ടുകാർക്കും നമ്മളെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ നല്ലൊരു ആശ്വാസമായിരിക്കും. പേരക്ക എന്ന് പറഞ്ഞത് നല്ല ഔഷധമുള്ള സാധനമാണ്. നമ്മളെ കടയിൽ നിന്ന് എപ്പോഴും കിട്ടൂല, കിട്ടിയാലോ അത് കെമിക്കലൊക്കെ അടിച്ചിട്ടുള്ള ഇതായിരിക്കും. നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് കായ്ക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നല്ലൊരു അനുഗ്രഹമാണ്. അപ്പോൾ ഈ പേരക്ക കണ്ടു കഴിഞ്ഞാൽ തരുതും ഇതൊക്കെ നന്നായിട്ട് പൊട്ടിക്കാനായിക്കണം എന്നൊക്കെ. പക്ഷേ ഇത് ഇനിയും വളരാണ്ട്. കിലോ പേര എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പം വെക്കുന്ന പേരക്കയാണ്. നല്ല ടേസ്റ്റുമാണ്. മറ്റുള്ള പേരക്ക പോലെയല്ല, നല്ല ടേസ്റ്റുള്ള പേരക്കയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കിലോ പേരുണ്ട്, അതൊന്നുമല്ല. ഉള്ളിലൊരു ചുവപ്പുള്ള പേരയാണ്. അപ്പോൾ അതിൻ്റെ തൈകളാണ് ഇപ്പോൾ നമ്മളിവിടെ 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ വെട്ടി വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ലെയറിങ്ങും ഇതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിന്ന് വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 2 മാസമൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ തൈകളൊക്കെ, ചെറിയ തൈകളൊക്കെ അവൈലബിൾ ആവും. അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇതിൽ നിന്നും മുമ്പേ ലെയർ ചെയ്ത തൈകളായിരുന്നു നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ കാണിച്ചിരുന്നത്. അത് നമ്മളെ ലെയറിങ്ങിൻ്റെ പരീക്ഷണമായിരുന്നു, കായ്ക്കോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കായ്ച്ചൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, പല വീഡിയോകളായിട്ട്. അപ്പോൾ 2 മാസം കൂടെയൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ തൈകളൊക്കെ, ചെറിയ തൈകളൊക്കെ അവൈലബിൾ ആവും. ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം.